എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് തുടരുകയാണ്. 12 ഇടങ്ങളിലാണ് ഏകദേശം 40-ൽ പരം ഉദ്യോഗസ്ഥർ റെയ്ഡിൽ പങ്കെടുക്കുന്നുണ്ട്. എം വി ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തി പറഞ്ഞത് രാഷ്ട്രീയ പകപോക്കൽ ആണ് ED റെയ്ഡ് എന്നാണ്. സംഘപരിവാർ വേട്ടയാടുന്നു. പിണറായിക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരിടത്തും കേസില്ല, FIR പോലുമില്ല. പിന്നെന്തിനാണ് പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് എന്നാണ് ചോദിക്കുന്നത്. ഇത് പിണറായിക്കെതിരെയുള്ള റെയ്ഡല്ല, CPM-ന് എതിരെയുള്ള സംഘപരിവാറിൻ്റെ കടന്നാക്രമണം എന്നാണ് എം വി ഗോവിന്ദൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. രഞ്ജിത്ത് അമ്പാടി ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷം എം വി ഗോവിന്ദൻ്റെ കോമഡി ഷോ ആണിപ്പോൾ കണ്ടിരിക്കുന്നത്. അതായത് പിണറായി വിജയന് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. മാത്രമല്ല, കോടതി ഈ കേസിൽ കോടതി അദ്ദേഹത്തിനെതിരെ ഒരു പരാമർശവും നടത്തിയിട്ടില്ല, കേരളത്തിലെ ഒരു കോടതിയും പരാമർശം നടത്തിയിട്ടില്ല എന്നും ഗോവിന്ദൻ ആവർത്തിച്ച് പറയുന്നു. ഇത് പിണറായിയെ ഇനി പ്രതി ചേർക്കാനുള്ള ഒരു ദുഷ്ടലാക്കിൻ്റെ ഭാഗമായിട്ടാണോ കാണേണ്ടത് ഗോവിന്ദൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? എനിക്ക് അത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടത്. കാരണം ഒരു ഘട്ടത്തിലും, അതായത് ഈ റെയ്ഡിൻ്റെ ഒരു ഘട്ടത്തിലും പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള റെയ്ഡാണ് എന്ന് EDയോ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസി പറഞ്ഞിട്ടില്ല. എക്സോലോജിക് കേസുമായി ബന്ധപ്പെട്ട്, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് CMRLൻ്റെ ഓഫീസുകളിലും CMRL നിന്ന് അനധികൃതമായി 1,72,00,000 രൂപ കൈപ്പറ്റിയ എക്സോലോജിക്കിൻ്റെ ഓഫീസുകളിലും അതിൻ്റെ തലപ്പത്തുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഉടമയായ വീണ വിജയൻ അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയിലെ വീടുകളിലുമാണ് റെയ്ഡ് നടക്കുന്നത്. വീണ വിജയൻ സ്വാഭാവികമായും പിണറായി വിജയൻ്റെ വീട്ടിലാണ് പ്രധാനമായും താമസിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവായ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ പിണറായിയിലെ കുടുംബ വീട്ടിൽ. അപ്പോൾ വീണ വിജയൻ എന്ന ഈ കേസിലെ 3-ാം പ്രതി അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളയാൾ എവിടെയൊക്കെ താമസിക്കുന്നുണ്ട്, അവിടെയൊക്കെ തെളിവ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ഈ റെയ്ഡിൻ്റെ അടിസ്ഥാനം. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്തെ വീട്ടിൽ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ED റെയ്ഡ് രാജ്യത്ത് സർവ്വസാധാരണമാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട, കൈക്കൂലിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ ഈ ED റെയ്ഡ് നടക്കാറുണ്ട്. അത് ഡൽഹിയിൽ നടന്നിട്ടുണ്ട്, കെജ്രിവാളിൻ്റെ വീട്ടിൽ നടന്നിട്ടുണ്ട്, നമുക്കറിയാം പല രാഷ്ട്രീയ നേതാക്കളുടെ വീട്ടിൽ നടക്കാറുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഒരു ED റെയ്ഡ് നടന്നതിന് പിന്നാലെ CPM ഇങ്ങനെ വലിയ രീതിയിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രവർത്തകരെ തെരുവിലിറക്കുന്നു. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു, പിണറായി വിജയനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള റെയ്ഡാണ്, പിണറായി വിജയനെതിരെ ഒരു തെളിവുമില്ല, PV എന്നത് പിണറായി വിജയനല്ല. ഏറ്റവും രസകരമായ കാര്യം, അങ്ങനെ ഒരു പരാമർശം ഈ ഒരു സാഹചര്യത്തിൽ വന്നിട്ട് പോലുമില്ല, ഒരു മാധ്യമങ്ങളും കൊടുത്തിട്ടില്ല. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയാണ്, ആ PV പിണറായി അല്ല, ആ PV ഈ പിണറായി വിജയനല്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയനെ ബോധപൂർവം ഈ ED കേസിലും ഈ മാസപ്പടി കേസിലും അല്ലെങ്കിൽ CMRL നിന്ന് കൈക്കൂലിപ്പണം, കള്ളപ്പണം വാങ്ങിയ കേസിലും പെടുത്താൻ CPM ശ്രമിക്കുന്നുണ്ടോ എന്ന് കൂടി സംശയിക്കണം. കാരണം പല CPM നേതാക്കളുടെയും മുഖഭാവത്ത് വലിയ സന്തോഷമുണ്ട്. കണ്ണൂരിലടക്കം ഈ പ്രകടനം നടത്തുന്ന അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്ന P. ജയരാജൻ്റെ അടക്കം മുഖഭാവം ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൽ അല്പം സന്തോഷിക്കുന്ന ആളുകളാണ്. എന്തായാലും ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് CPM പറയുന്നത്. CPM-ൻ്റെ മറ്റൊരു ഗുരുതരമായ ആരോപണം, VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. VDയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള സന്ദർശനത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ ED റെയ്ഡ് എന്നാണ്. അതുകൂടാതെ സംഘപരിവാറിൻ്റെ ടൂളാണ് ED എന്ന വലിയ രസകരമായ ആരോപണം ഉന്നയിക്കുന്നു. നമുക്കറിയാം, കോടതിയുടെ നടപടിക്രമത്തിൻ്റെ ഭാഗമായി CMRL-ഉം അതുപോലെ തന്നെ CMRL-ലെ ഉദ്യോഗസ്ഥരും ശശിധരൻ കർത്തയും അടക്കം ഹൈക്കോടതിയിൽ ഈ അന്വേഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരുന്നു. അതിൽ താൽക്കാലിക സ്റ്റേ അനുവദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ബെഞ്ച് ആ സ്റ്റേ നീക്കം ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് റെയ്ഡ് നടത്തുന്നതിനോ അന്വേഷണം നടത്തുന്നതിനോ യാതൊരു തടസ്സവുമില്ല എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞു. ഇത് മാധ്യമങ്ങൾ വാർത്ത ചെയ്തതാണ്. ആ ഒരു അനുമതി ലഭിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം സ്വാഭാവികമായ നടപടിക്രമത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തെ വീണ വിജയൻ്റെ വസതിയിലും കണ്ണൂരിലെ വസതിയിലും
വസതിയിലും ഭർത്താവിൻ്റെ വസതിയിലും CMRലുമായി ബന്ധപ്പെട്ട എക്സോളജിക്കൽ സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട മറ്റിടങ്ങളിലും 12 ഇടങ്ങളിൽ ED റെയ്ഡ് നടത്തുന്നു. ആ റെയ്ഡിൽ എന്ത് കിട്ടുന്നു, എന്ത് തെളിവുണ്ട്, ആ റെയ്ഡിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള തെളിവുണ്ടോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതല്ലേ സാമാന്യ മര്യാദ. അതിനു മുൻപ് തന്നെ പിണറായി വിജയൻ പ്രതിയല്ല, പിണറായിക്കെതിരെ തെളിവില്ല, പിണറായി അല്ല ആ PV എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോകുന്നത് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ പിണറായി വിരുദ്ധ നീക്കം കേരളത്തിൽ CPMലുണ്ട്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ വാർത്താ സമ്മേളനം പോലുമെന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. അല്ല, രഞ്ജിത്ത് പറഞ്ഞത് ശരിയാണ്. കാരണം എന്തിനാണ് റെയ്ഡ് നടത്തുന്നത് എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അവരുടെ ഔദ്യോഗിക ഹാൻഡിലുകളിലൊന്നും ഇതുവരെ എന്തിനാണ് റെയ്ഡിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ ഈ എഴുതാപ്പുറം വായിക്കുകയാണ് CPM സംസ്ഥാന നേതൃത്വം. രഞ്ജിത്തമ്പാടി, PA മുഹമ്മദ് റിയാസിൻ്റെ പോസ്റ്റ് കണ്ടോ താങ്കൾ? വളഞ്ഞിട്ടടിച്ചോളൂ, പക്ഷേ സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടും. ഇതൊക്കെ കേൾക്കുമ്പോൾ അല്ലേ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന പോലെ എന്നാണ് തോന്നുന്നത്. എന്ത് സേവനത്തിനാണ് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി കോടികൾ പ്രതിഫലമായി വാങ്ങിയത് എന്ന് പറഞ്ഞാൽ തീരുന്നതല്ലേ ഉള്ളൂ ഈ കേസ്. ഇതുവരെ അത് വ്യക്തമാക്കിയിട്ടില്ല. ഈ 1.72 കോടി കൈപ്പറ്റിയത് എന്തിനാണ്, എന്ത് സേവനമാണ് എക്സാലോജിക്ക CMRലിന് നൽകിയത്, ഇതൊക്കെ വ്യക്തമാക്കേണ്ടതിന് പകരം ഇത്തരം ബാലിശമായിട്ടുള്ള വാദങ്ങളുമായി മുന്നോട്ട് പോകാനാണ് റിയാസ് അടക്കമുള്ളവർ ഇപ്പോഴും ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അനിൽ നമ്പ്യാർ, എനിക്കത് അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ റിയാസിൻ്റെ പോസ്റ്റ് തന്നെ ലക്ഷ്യമിടുന്നത് സംഘപരിവാറിനാണ്. ഇതൊരു ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ രക്ഷപ്പെടാനുള്ളൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ED എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ എന്തോ ടൂളാണ്. EDയുടെ അന്വേഷണത്തിന് പിന്നിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. BJPയെ പോലും പറയുന്നില്ല. അപ്പോൾ ഈ സംഘപരിവാർ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അണികളെ തെരുവിലിറക്കാനുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗം. ഞാൻ ഒരു കാര്യം ക്ഷമിക്കണം രഞ്ജിത്ത്, ഒരു നിമിഷം. അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. ED ഈസ് ഡൂയിങ് സെർച്ച് ആക്ഷൻ ഓൺ 10 premises in Kerala in connection with the Cochin Minerals and Retail Limited CMRL case. Ex-CM of Kerala and his daughter being covered. Issue is funds diverted from CMRL to various individuals under the guise of expenses which are fake. Ex-CM Vijayan's daughter is one of the ബെനിഫിഷ്യറീസ് എന്നാണ് ED പറഞ്ഞിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വിശദീകരണമാണ്, ഇത് സംബന്ധിച്ചുള്ള വിശദീകരണമാണ് വന്നിരിക്കുന്നത്. 10 സ്ഥലങ്ങളിൽ, കേരളത്തിൽ 10 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുന്നുണ്ട്. CMRL കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ മകളും ഈ കേസിൽ പെടുന്നുണ്ട് എന്നാണ്, അന്വേഷണ പരിധിയിലുണ്ട് എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇഷ്യൂ ഈസ് ഫണ്ട്സ് ഡൈവേർട്ടഡ്, ഫണ്ട് വകമാറ്റിയതാണ്. CMRൽ നിന്നും പല വ്യക്തികളിലേക്ക് ഫണ്ട് വകമാറ്റിയതാണ് ED അന്വേഷണത്തിന് ആധാരം. അങ്ങനെ വകമാറ്റിയ പണത്തിൻ്റെ ഗുണഭോക്താവ് പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിയിലാണെന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ EDയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. CMRL കേസിലാണ് റെയ്ഡ് നടക്കുന്നത് എന്ന് ED തുറന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വീണ മാത്രമല്ല അന്വേഷണ പരിധിയിലെന്നാണ് ED വ്യക്തമാക്കുന്നത്. പിണറായി വിജയനും ഉണ്ട് എന്നുകൂടി ED പറഞ്ഞു വെക്കുകയാണ്. രഞ്ജിത്ത്, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സാഹചര്യം അനിൽ നമ്പ്യാർ എന്താണെന്ന് മനസ്സിലാക്കണം. നേരത്തെ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണ ഘട്ടത്തിൽ അവർ കൊടുത്ത താൽക്കാലികമായ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ചില സൂചനകളുണ്ട്. കാരണം ഒരു തരത്തിലുള്ള സേവനവും നൽകാതെയാണ് എക്സോലോജിക് സൊല്യൂഷൻസിന് 1,72,00,000 രൂപ കൈമാറിയത്. എന്തിന് കൈമാറി? 5 വർഷങ്ങൾക്കിടയിൽ ഇത്രയും തുക എന്തിന് കൈമാറി എന്നതിനെ സംബന്ധിച്ച് ശശിധരൻ കർത്തയ്ക്ക് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എക്സോലോജിക്കൽ സൊല്യൂഷൻ ചോദിച്ചത്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചോദിച്ചത്, പിതാവിനെ സ്വാധീനിക്കാൻ, അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള പിതാവിനെ സ്വാധീനിക്കാൻ മകൾക്ക് പണം നൽകി, മകളിലൂടെ പിതാവിനെ സ്വാധീനിക്കാൻ ആണോ ഈ പണം നൽകിയത്? ഇതാണ് ചോദ്യം.